ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. റീനി ഒരു ഐഫോൺ 17 Pro Max എടുത്തു. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. റീനുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ? കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു റീനു ഇങ്ങനെ ഐഫോൺ വാങ്ങണമെന്ന്. പിന്നെ എപ്പോഴും ഒരു സംശയത്തിൻ്റെ ഇതിൽ നിൽക്കുമോ, ഐഫോൺ വാങ്ങണോ അതോ സാംസങ് വാങ്ങണോ. ഫൈനലി എനിവേ ഡിസൈഡ് ചെയ്ത് ഐഫോൺ തന്നെ വാങ്ങി. ഞങ്ങൾ ജെറിയറിയിൽ നിന്നാണ് വാങ്ങിയത്. ഈ വേർഷൻ എന്ന് പറയുന്നത് 17 Pro Maxൻ്റെ 512 GB ആണ് ഇപ്പോൾ റീനു വാങ്ങിയേക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6699 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതാണ് നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് 1 ഇയർ ഇൻഷുറൻസ് ആണോ 3 ഇയർ വേണോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ സാധാരണ വേണ്ടുന്നവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. പക്ഷേ ഇത് ചോദിച്ചൊന്നുമില്ല, അവർ 1 ഇയർ ഇൻഷുറൻസ് ആഡ് ചെയ്തു. അതെന്ന് പറയുന്നത് 599 റിയാലായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടത്തിൽ കൂട്ടി ടോട്ടൽ 7298 ആണ് ഈ ഫോണിന് ആയേക്കുന്നത്. അപ്പം 1 ഇയറിനുള്ളിൽ എന്തെങ്കിലും ഫോണിന് ഡിസ്പ്ലേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഐഫോൺ 17 Pro Max USB കോഡ് മാത്രമേ ഉള്ളൂ. അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. പിന്നെ സ്ക്രീൻ ഗാർഡ് അങ്ങനെയൊക്കെ ഉള്ളത് ജെറിയറിയിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ 99 റിയാലാണ്. പിന്നെ അഡാപ്റ്റർ ഞങ്ങൾ വില ചോദിച്ചപ്പോൾ 189 റിയാലാണ് പറഞ്ഞേക്കുന്നത് 17 Pro Maxൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ അഡാപ്റ്ററും സ്ക്രീൻ ഗാർഡും ഒന്നും അവിടെ നിന്ന് ചെയ്യിപ്പിച്ചിട്ടില്ല ഇതിന്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയാനും വേണ്ടി ഞങ്ങൾക്ക് അത്രയൊന്നും അറിയത്തില്ല. എനിവേ കളറ് എടുത്തേക്കുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. റീനുവിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ 17 Pro. കൺഫ്യൂഷനായിരുന്നു. കാരണം പലരും പറയും സാംസങ് എടുക്കണം, കാരണം സാംസങ് ആകുമ്പോൾ നല്ല ഫോട്ടോ ക്ലാരിറ്റി ഒക്കെ ഉണ്ടെന്ന് പറയും. ഐഫോണിനകത്ത് ഫോട്ടോ ക്ലാരിറ്റി കുറവാണെന്നുള്ളൊരു. പിന്നെ ഇപ്പം കുറേ പേരോട് ചോദിച്ചാൽ പറഞ്ഞു സാംസങ്ങിൻ്റെ കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഫൈനലി ഐഫോൺ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഐഫോൺ 17 Pro Max 512 GB റീനു കരസ്ഥമാക്കിയേക്കുന്നു. റീനുവിൻ്റെ പുഞ്ചിരി കണ്ടില്ലേ? അപ്പോൾ റീനു മൊബൈൽ ടേൺ ഓൺ ചെയ്യുവാണ്. അങ്ങനെ ഐഫോൺ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് സിം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, ഫിസിക്കൽ സിം ഇടാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.